പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളായ വിദ്യാർത്ഥികളെ ഡീബാർ ചെയ്ത സർവകലാശാല നടപടി ഹൈക്കോടതി റദ്ദാക്കി. വിദ്യാർത്ഥികൾക്കുള്ള 3 വർഷത്തെ അഡ്മിഷൻ വിലക്കും സിംഗിൾ ബെഞ്ച് റദ്ദാക്കി. പുതിയ അന്വേഷണം നടത്താൻ സർവകലാശാല ആന്റി റാഗിംഗ് സ്ക്വാഡിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ശ്രീകാന്ത് ഉണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, എന്താണ് ഈ സർവകലാശാലയുടെ തീരുമാനം റദ്ദാക്കാനുള്ള സാഹചര്യം? പുതിയ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഏത് സാഹചര്യത്തിൽ? ഗോകുൽ, വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ ആത്മഹത്യയിലെടുത്ത കേസിൽ പ്രതികളായ വിദ്യാർത്ഥികളെ ഡീബാർ ചെയ്ത സർവകലാശാല നടപടിയാണ് ഇപ്പോൾ റദ്ദാക്കിയത്. നടപടിക്രമങ്ങൾ പാലിക്കാതെയായിരുന്നു സർവകലാശാലയുടെ നീക്കമെന്നും അതിനാൽ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. വിദ്യാർത്ഥികൾക്കുള്ള 3 വർഷത്തെ അഡ്മിഷൻ വിലക്കും സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയിട്ടുണ്ട്. പുതിയ അന്വേഷണം നടത്താൻ ആന്റി റാഗിംഗ് ഹൈക്കോടതി നിർദ്ദേശവും നൽകി. ശരി, സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതികളായ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാനും അഡ്മിഷനുമൊക്കെയുള്ള വിലക്കാണ് ഇതോടെ നീങ്ങിയത്. പ്രതി ചേർക്കപ്പെട്ട വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഇടപെടൽ. സർവകലാശാലയുടെ തീരുമാനം റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നു.